ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി കേക്ക് റെസിപ്പിയാണ്. മിൽക്കി ബട്ടർസ്കോച്ച് കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഐസിങ്ങിൽ പെർഫെക്ഷൻ ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഡെക്കറേഷനും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ടോ? അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തുടങ്ങിയ ചാനലിന് റീച്ച് കിട്ടുന്നില്ലേ? എങ്കിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം കേട്ടോ. യൂട്യൂബ് A to Z കോഴ്സിലൂടെ, അതും വളരെ കുറഞ്ഞ ഫീസിൽ. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മന്ന കിച്ചൻ എന്ന കോഡ് യൂസ് ചെയ്താൽ എക്സ്ട്രാ 10% ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതി. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ. യൂട്യൂബ് ചാനലുള്ളവരും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സ് മിസ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. കുറച്ച് പേർക്ക് മാത്രമേ അവസരമുള്ളൂ. ആദ്യ ബാച്ച് ആഗസ്റ്റ് 10 ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മിൽക്കി ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മുട്ട എടുത്തിട്ട് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 തവണ അരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് നല്ല പതഞ്ഞ് വരുന്നത് വരെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ 4 മുട്ട എടുത്തിട്ട് ഒന്നിച്ച് ബീറ്റ് ചെയ്ത് അങ്ങനെ സ്പഞ്ച് കേക്ക് റെഡിയാക്കി എടുത്താൽ മതിയാവും. മുട്ടവെള്ളം ഇത്രയും ഒന്ന് പതഞ്ഞ് വന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുവാണേ. ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ നമുക്ക് നല്ല സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ആക്കിയെടുക്കാം. അപ്പോൾ മുട്ടവെള്ളം ഇതുപോലെ നന്നായിട്ട് ഇവിടെ ബീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള 4 എഗ് യോക്സ് ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ എസൻസും 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ഇത് നല്ല ഫ്ലേവറാണ്, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ഒരു കുത്തൽ ചുവ വരും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന എസൻസുകൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എസൻസ് എഗ് യോക്കും എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. ഓയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. അതിനുശേഷം ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുവാണേ. നിങ്ങൾക്ക് സ്പാച്ചിൽ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒക്കെ മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് എളുപ്പം ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ലോ സ്പീഡിലിട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററൊക്കെ അങ്ങ് പെട്ടെന്ന് താന്നു പോകും. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടാപ്പ് കൂടി ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. പിന്നെ ഓവൻ ഇല്ലാത്തവർക്ക് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കാം. 3 ലിറ്ററിൻ്റെയൊക്കെ ചെറിയ കുക്കറുണ്ടല്ലോ, ആ കുക്കറിൽ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് അടിഭാഗത്തൊരു ദോശത്തവയൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഐസിങ് ചെയ്യുന്നില്ല, നാളെയാണ് ഐസിങ് ചെയ്യുന്നത്.
ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട സ്പെഷ്യൽ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും 1/4 കപ്പ് അളവിൽ ബട്ടർസ്കോച്ചിൻ്റെ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർസ്കോച്ചിൻ്റെ സോസ് സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പ്രലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇനി നമുക്ക് പ്രലൈൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ്ങിനും ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര തന്നെ വേണം. അത് ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാര മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. പീനട്ടോ അല്ലെങ്കിൽ ആൽമണ്ട് മാത്രമോ കാഷ്യൂ നട്ട് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. മുമ്പേ റോസ്റ്റ് ചെയ്ത് കാണിച്ച് വെച്ചിരുന്ന മുഴുവൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ കുറച്ച് നമ്മുടെ ഡ്രീം കേക്കിന് വേണ്ടിയിട്ടും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല സെറ്റാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് കരുതി. പിന്നെ നമ്മുടെ സ്പഞ്ച് കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ടയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു ടെക്സ്ചറാണ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ബേസ് വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ നമ്മുടെ ആദ്യത്തെ ലെയർ കേക്ക് വെച്ചു. നമ്മുടെ സ്പെഷ്യൽ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തു. അതിന് മുകളിലായിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമാക്കി കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ പ്രലൈൻ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒട്ടും പിശുക്കൊന്നും കാണിച്ചില്ല, നിറയെ തന്നെ നമ്മുടെ പ്രലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിക്കുക, ക്രീമാക്കി കൊടുക്കുക, നമ്മുടെ പ്രലൈന്, കണ്ടൻസ്ഡ് മിൽക്ക്, അങ്ങനെ 3 ലെയറും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ക്രീം വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ അത്യാവശ്യം ക്രീമൊക്കെ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഡെക്കറേഷൻ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പ്രലൈൻ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രലൈൻ ക്രഷ് ചെയ്യുമ്പോൾ ഒത്തിരി പൊടിയായിട്ടും വേണ്ട, ഒരുപാട് വലിയ പീസായിട്ടും വേണ്ട, അതുപോലെയാണ് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ചൂടുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് അങ്ങ് മെൽറ്റായി അങ്ങ് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് പ്രലൈൻ മിക്സ് നമ്മുടെ കേക്കിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുകളിലും സൈഡിലും എല്ലാം മൊത്തത്തിൽ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രലൈൻ ചോക്ലേറ്റ് മിക്സ് വെച്ചിട്ട് നമ്മൾ കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറി ചുറ്റിലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ചെറി വെക്കുന്ന സമയത്ത് സ്റ്റെമ്മുള്ള ചെറിയും കൂടി ആണെങ്കിൽ ഒന്നും കൂടി രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്. സിമ്പിൾ ഡെക്കറേഷനാണ്. നൈസിങ് ഒക്കെ ചെയ്യാൻ പെർഫെക്റ്റായിട്ട് കിട്ടാത്തവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അത് മാത്രമല്ല ഈ ഒരു കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കേക്കിൽ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു പ്രലൈനും ചോക്ലേറ്റും ഒക്കെ കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാനിതെൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.